അസ്സലാമു അലൈക്കും. സാബിറ വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സാബിറ. എൻ്റെ എല്ലാ മുത്തുമണികൾക്കും സുഖമല്ലേ? സാബിത്താക്കും സുഖം തന്നെ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ വരുന്നത്, നിങ്ങളെല്ലാം പറയൂലേ ഉസ്താദിനെ കുറ്റം പറയുന്നതെന്ന്. ഞാൻ ഉസ്താദിനെ കുറ്റം പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഉസ്താദേ നിങ്ങളിങ്ങനെ കണ്ട നല്ല നല്ല കാര്യം പറയണോ എന്ന് പറഞ്ഞതാണോ എന്ന് നിങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, എനിക്ക് തെറ്റുപറ്റിയല്ല. പക്ഷേ എന്തിനാണാവോ നമ്മൾ ഉസ്താദിനോട് ഇങ്ങനെ കാര്യം പറയണേന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലാക്കണം. നമ്മളെ നിയമത്തിൽ ഇല്ലാത്തതും പണ്ട് ബീബിമാർക്കൊന്നും ചെയ്യാത്തതുമായ പല കാര്യങ്ങളും പല പണ്ഡിതന്മാരും വിളിച്ചു പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് അത്രയും പ്രിയങ്കരനായ പണ്ഡിതന്മാരും വിളിച്ചു പറയുന്നുണ്ട്. ഇല്ലാത്ത കാര്യം കേൾക്കുങ്ങൾ. പുരുഷന്മാരോട് ചേരാകർമ്മം ചെയ്യണമെന്നല്ല പറഞ്ഞത്, മറിച്ച് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഉസ്താദും ഇപ്പൊ ആയത്തോതിയിട്ട് അർത്ഥം പറഞ്ഞിട്ടന്നെ അല്ല ഹിതാനും അമിത ടീച്ചറെ കുറ്റം പറയാറ്. ഓറും ആയത്തോതിയിട്ടാണ് അർത്ഥം പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഓരോ ഇഷ്ടം. ഓറോടൊന്നും പറയാൻ പറ്റാത്ത ആയത്തോതിയിട്ടാണ് ഓരോ അർത്ഥം പറയുന്നത്. അതുപോലെ ഉസ്താദ് ഈ ആയത്തോതിയിട്ട് തന്നെ കാര്യം പറയുന്നത്. അത് ഖുർആൻ്റെ അകത്ത് ഉണ്ടോ ഹദീസിലുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടെ. ഈ തിങ്ങളെല്ലാം ആയത്തോതിയിട്ട് പറയുന്ന നേരം എനക്ക് പറയാൻ പറ്റില്ല. അത് ഉസ്താദായാലും ജാമിഅ ടീച്ചറായാലും എനിക്ക് അർത്ഥം അറിഞ്ഞൂടാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ കേൾക്കണം, സാബീത എന്തിനാണ് ഉസ്താദുമാരെ പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേൾക്ക്. ഇത് നിങ്ങൾ ഏതെങ്കിലും ചരിത്രത്തെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാ പറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിത്ത എന്ന് പറയുന്നത്, ചേരാകർമ്മം ചെയ്യുക എന്ന് പറയുന്നത്, അത് ആണിനും പെണ്ണിനും അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കേരളത്തിൽ പൊതുവെ നമ്മളൊക്കെ അംഗീകരിക്കുന്നത് മഹാനായ ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു തആല അൻഹുവിന്റെ ഫത്ഹുൽ ഖൈൻ എന്ന ഗ്രന്ഥമാണ്. അതിൽ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, ആണിനും പെണ്ണിനും ചേരാകർമ്മം നിർബന്ധമാണ്. ദീനിന്റെ ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് വിധേയമായതല്ല, അത് ദീനി വിരുദ്ധമാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് അവർ സംസാരിച്ചത്. എനിക്ക് വിനയത്തോട് കൂടിയിട്ട് എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരോട് ഒരു കാര്യം പറയാനുള്ളത്, സാംസ്കാരിക നേതാക്കന്മാരുടെ കാര്യം പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ദീനി വിഷയങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾ ദീൻ പഠിക്കാതെയാണ് പറയുന്നത്. നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേരാകർമ്മം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനി വിരുദ്ധമാണെന്ന്? ആരാ നിങ്ങളോട് പറഞ്ഞത്? ഗൗരവത്തോട് മറ്റുള്ള ഉസ്താദന്മാരോട് പഠിക്കാതെയാണ് ഉസ്താദന്മാരെ നിങ്ങൾ പറയുന്നത് തന്നെയാണ് ഈ ഉസ്താദ് പറയുന്നത്. അപ്പൊ ഞാൻ മാത്രല്ലല്ലോ ഉസ്താദുമാരെ ഇങ്ങനെ പറയണേ ഇങ്ങനെ പറയണേ എന്ന് ഞാൻ മാത്രല്ലല്ലോ പറയുന്നത്. കേക്ക്, ഇത് കേക്ക്, ചേട് കേക്ക്. ഇത് ജാമിഅ ടീച്ചർ പറഞ്ഞതല്ല, ഉസ്താദ് പറഞ്ഞതാ. ജാമിഅ ടീച്ചർ പറഞ്ഞതല്ല നിങ്ങളെ കേൾപ്പിക്കുന്നത്, ഉസ്താദ് പറഞ്ഞ നിങ്ങളെ കേൾപ്പിക്കുന്നത്. ഉസ്താദിന്റെ ആ വീഡിയോസ് ജാമിഅ ടീച്ചർ കൂടിയാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് അതിൽ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പഠിക്ക്. ഇതെന്നാ പറഞ്ഞേ, ഇങ്ങളെ ജന്മത്തില് എനിക്കും ഇത്ര വയസ്സിൻ്റെ ഞാൻ കേട്ടിട്ടില്ല പെണ്ണുങ്ങൾക്ക് സുന്നത്തിയാണ്. ഏത് കിതാബിലാണുള്ളത്? ഏടിയാണുള്ളത്? പണ്ട് കാലം ഏതെങ്കിലും നബിമാരെ ബീബിമാരെ ചെയ്തുക്കാ? ഏതെങ്കിലും ബീബിമാരെ ചെയ്തുക്കാ? ചരിത്രത്തിലുണ്ടോ? നിങ്ങൾ പറയണം. ഉസ്താദുമാരെ ഞാൻ പറയുന്നതിനുള്ള കാരണങ്ങൾ പറയണം. ഇതിനൊക്കെയാണ് ഭട്ട് ഉസ്താദുമാർ പറയണം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാറുള്ളത്, ആണിനും പെണ്ണിനും നിർബന്ധമായ, എന്നാൽ മിക്ക ഇമാമികളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേരാകർമ്മം. ഇത് കണ്ടിട്ടൊന്നും എന്താ മറ്റുള്ള ഉസ്താദന്മാർ വിളിച്ചു പറയുന്നത്? നല്ല ഉസ്താദ് ഇതെന്തെന്നാ വിളിച്ച് പറയുന്നത്? പണ്ട് ബീബിമാർക്കെല്ലാം ചെയ്ത ചരിത്രം ഉണ്ടോന്ന് വരെ ഈ മറ്റുള്ള ഉസ്താദുമാർ ഈ ഉസ്താദിന് വേണ്ടി എന്ത് വിളിച്ചു പറയുന്നില്ല? ഓലൊന്ന് ഈ ഡോക്ടർമാർ ഒന്നാന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് എന്ത് പിഴവുണ്ടെങ്കിലും ഒന്നാ. അതുപോലെ ഉസ്താദുമാർ ഒന്നാ. അതെന്തുകൊണ്ട് ഓല പിഴവ് വിളിച്ചു പറയത്തെ? തള്ളച്ചി തുള്ളുന്ന്, തള്ളച്ചി വായിന്ന്, തള്ളച്ചി അങ്ങനെ. വലിയ കരച്ചുകൾ നിങ്ങൾ എന്തും ചെയ്ത, വലിയ കരച്ചുകളെ വീഡിയോ വെച്ച് കാണിക്കൂല, വലിയ കരച്ചുകളെ കൊണ്ട് പറയൂല, തള്ളച്ചിമാരെ കൊണ്ട് പറയാ. അതുപോലെ ഈ ഉസ്താദ്മാരെ കൊണ്ട് ഉസ്താദ്മാർ എന്താ പറയാത്ത? ഇതാണ് ഞാൻ മക്കളെ, നല്ല തലയും തലച്ചോറും വിവരമുള്ള എൻ്റെ 95 ആളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഉസ്താദിന്റെ കൂടെ നടക്കുന്ന സൈന്യക്കാരില്ലേ, ഉസ്താദിന്റെ കൂടെ നടക്കുന്ന അവരും തള്ളച്ചിനെ കൊണ്ട് പറയാന്ന് പറയുന്ന അവർ കേൾക്കണം. ഇത് ഏതെങ്കിലും ബീബിമാരെ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ? കേൾക്കുന്നത് ഏത് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? നിങ്ങൾ എന്നെ കുറ്റം പറയല. സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേരാകർമ്മം എന്ന് പറയുന്നത്. അത് ഏത് ഭാഗമാണ്, അത്
ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ചേലാകർമ്മം എന്ന് പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സുന്നത്തും സ്ത്രീകളുടെ ചേലാകർമ്മം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമാണ്. കർമ്മശാസ്ത്രം ഖുർആന്റെ അകത്തുള്ളതല്ല, ഹദീസിലുള്ളതല്ല, കർമ്മശാസ്ത്രം. ഇനി കർമ്മശാസ്ത്രം എന്ന് പറഞ്ഞാൽ എന്തെന്നാ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നിങ്ങൾ കേട്ടുക്കാ പറയുന്നത്? സ്ത്രീകൾ ഏടിയാ ചെയ്യുക? ആണുങ്ങൾക്ക് സുന്നത്ത് വെച്ച് എന്തിനാ? ആണുങ്ങള് മൂത്രമൊഴിച്ചാൽ നമ്മൾ ചെറിയ മക്കളെ സുന്നത്ത് കാണുന്നില്ല, ചെറിയ മക്കളെ ഇച്ചി കാണുന്നില്ല, നമ്മൾ അതിന്റെ താഴെ ഇങ്ങനെ തോലി ഇങ്ങനെ പറ്റി പിടിച്ചിട്ടല്ലേ ഉണ്ടാവുക? ആ പറ്റി പിടിച്ച തോലി നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു അംശം പറ്റി നിൽക്കും. അത് നിന്ന് നമ്മൾ ചെറിയ കുഞ്ഞു മക്കളെ ആ തൊലി ഒന്ന് അങ്ങ് മേലോട്ടൊന്ന് ഇങ്ങനെ നീർത്തി നോക്ക്. അവിടെ പൂപ്പ് കെട്ടി കാണുന്നില്ല നമ്മൾ കുഞ്ഞുമക്കളെ ആൺകുട്ടികളെ അല്ലേ? ആ പൂപ്പ് പോയി ശുദ്ധീകരിക്കേണ്ടിയിട്ടാണ് സുന്നത്ത് വെച്ച നിസ്കാരത്തിൽ അത് നജസാവും. മാത്രമല്ല ലൈംഗിക ബന്ധത്തിനും അത് ടീച്ചർ പറഞ്ഞതിൻ്റെ തൊട്ട് ഒരു ആസ്വാദത്തിന് അതും ഒരു വൃത്തികേടാകും. നിസ്കാരത്തിൽ അത് അത് നജസായി മാറും. ആ തൊലിയുടെ ഉള്ളിൽ മൂത്രം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലേ കുഞ്ഞുമക്കൾ ഇങ്ങനെ ആക്കി നോക്ക്, നിങ്ങൾ പൂപ്പ് കാണുന്നില്ലേ? നിങ്ങൾ ആ പൂപ്പ് അവിടെ അതിനെ വൃത്തിയാക്കാൻ വേണ്ടിയാണ് നിസ്കാരത്തിലും ലൈംഗികത്തിലും ഒക്കെ വൃത്തി വേണ്ടിയിട്ടാണ് അല്ലാഹു തആല സുന്നത്ത് വെച്ചത്. പെണ്ണുങ്ങൾക്ക് എടിയാ? പെണ്ണുങ്ങൾക്ക് മൊത്തം വരച്ചങ്ങ് കഴിയാൽ നല്ല വൃത്തി തന്നെയാ. മനസ്സിലാകുന്നുണ്ടോ? വേറെ ഒന്നും തെറ്റിദ്ധരിക്കുക നിങ്ങൾ. ആ കേൾക്കുങ്ങൾ രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക, ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ്. അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പല നാടുകളിലും അത് ആവർ ചെയ്തു വരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുതള്ളാൻ പാടില്ല. അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ്. ഇതല്ലേ നിങ്ങൾ അള്ളാഹുവിനോടുള്ള വെല്ലുവിളിയാ? അള്ളാഹുവിൻ്റെ ശാപം കിട്ടും, അള്ളാഹുവിൻ്റെ അങ്ങനെ നിങ്ങൾ പറയുന്നില്ല. അള്ളാഹുവിനുള്ള വെല്ലുവിളിയാ. വല്ല പെണ്ണുങ്ങൾക്ക് സുന്നത്ത് ചെയ്യണം. ഏത് നാട്ടിലാ പറഞ്ഞേ? ഏത് നാട് എന്നല്ല, ഏത് ഖുർആന്റെ അകത്താ പറഞ്ഞത്? ഏത് കിതാബിലാ പറഞ്ഞത്? പണ്ട് എന്നാ പിന്നെ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ പണ്ട് ബീബിമാരെ ചെയ്യൂല. എത്ര ബീബിമാരുണ്ട്? നമ്മളെ മുത്ത് നബിക്കുന്നുണ്ട് കുറെ ഭാര്യമാർ. ഏതെങ്കിലും ഒന്ന് ചെയ്തത് നിങ്ങൾ കേട്ടുക്കോ? ഞാൻ പഠിച്ചിട്ടില്ല, നിങ്ങൾ പഠിച്ചില്ല. ഉസ്താദുമാരെ എന്റെ കേരളത്തിൽ അവരത് നടക്കാത്ത എന്റെ കേരളത്തിലെ ഉസ്താദുമാരെ നിങ്ങൾ പഠിച്ചിക്കണ്ട. എല്ലാ പെണ്ണുങ്ങളൊന്നും പോവേനു. അപ്പൊ പോയ പെണ്ണുങ്ങൾ ഏതോ നാട്ടിൽ പോയില്ല. ടീച്ചർ പറഞ്ഞു, എനിക്ക് ഈ ടീച്ചർ പറയാൻ പോലത്തെ അറിവില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറയാത്ത ഈ ടീച്ചർ പറയാൻ പോലത്തെ വിഷയങ്ങൾ കേട്ടോ. അപ്പൊ ഏതോ നാട്ടിൽ ചെയ്തിട്ട് ഇന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്ന ഏതൊരാൾക്കും അറിയാം ഇത്തരം കാര്യങ്ങളുടെ ഭവിഷ്യത്തുകൾ എന്താണെന്ന്. എന്നിട്ടും സ്ത്രീകളെ ഈ രൂപത്തിൽ പീഡിപ്പിക്കുന്ന രീതിയെ പബ്ലിക്കായിട്ട് വന്ന് വാതോരാതെ പ്രോത്സാഹിപ്പിക്കുന്ന ഇതുപോലെയുള്ള ആളുകളുടെ ലക്ഷ്യം എന്താണ്? അതും ഈ ശാസ്ത്രം ഏറെ പുരോഗമിച്ച ഒരു കാലഘട്ടത്തിൽ. നവാസ് മന്നാനി എന്ന പ്രഭാഷകൻ എന്താണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്? ഫീമെയിൽ ജെനിറ്റൽ അതൊന്നും മറ്റുള്ള ഉസ്താദുമാർ കണ്ട് തിരുത്തി കൊടുക്കാൻ വരൂല. തള്ളച്ചിമാർ തുള്ളുന്നു. അതല്ലേ തള്ളച്ചിമാർ അടങ്ങാത്ത ഉസ്താദിന്റെ ബാക്ക് ബലയും നിലയും ബക്കാത്ത എന്തുകൊണ്ടാ? എന്നാ പിന്നെ പൊന്നാര ഉസ്താദുമാർ ഈ ഉസ്താദിനെല്ലാം പറഞ്ഞു കൊടുക്കണ്ടോ? ഏത് കിതാബിലാ പഠിച്ച, ഏത് ചരിത്രത്തിലാ ഉള്ളത്, ഏത് ബീബിമാർദാ ചെയ്തതെന്ന് ഉസ്താദുമാർ ഈ ഉസ്താദുമാർക്ക് തിരുത്തി കൊടുക്കണ്ടേ? അത് സൈന്യക്കാർ പറയാൻ നിൽക്കൂല. അത് പെണ്ണുങ്ങളെ വിഷയമല്ല, പെണ്ണുങ്ങളെ കാര്യമല്ല. അത് പറഞ്ഞു കൊടുപ്പ. ഇതിപ്പം മറ്റേ ലൈംഗികത മറ്റേ പ്രശ്നം വരുന്നത് കൊണ്ട് അത് അങ്ങനെ നിൽക്കൂല. മനസ്സിലാകുന്നുണ്ടോ? പെണ്ണുങ്ങൾ തുള്ളുന്ന്, പെണ്ണുങ്ങൾ ചാടുന്ന്, പെണ്ണുങ്ങൾ വായുന്ന്, പെണ്ണുങ്ങൾ നല്ല തള്ളച്ചിമാർ. ഈ റസാ ബ്ലോഗ് ഉസ്താദല്ല, ഏതെങ്കിലും ഒരു ബാല്യക്കാലത്തിന്റെ ഫോട്ടോ എടുത്ത് ഡാൻസ് എടുത്ത് കാണിച്ചിക്കോ? ജീൻസും കുപ്പായ ഇട്ടിട്ടും അല്ലാണ്ട് ഏതെങ്കിലും ബാല്യക്കാലത്തിന്റെ ഫോട്ടോ വീഡിയോസ് എടുത്ത് കാണിച്ചിക്കോ? കണ്ടോ തുള്ളുന്നെന്ന് കാണിച്ചിക്കാ? തള്ളച്ചിമാർ തുള്ളുന്നല്ലേ കാണിച്ചിക്കുള്ളൂ. ഇവിടെ തള്ളച്ചിമാർക്ക് മാത്രമാണ് അല്ലാഹു തആല സ്വർഗവും നരകവും വെച്ചത്. ഒരു പെണ്ണ് 9 വയസ്സായി കഴിഞ്ഞാല് ഓക്ക് പ്രായപൂർത്തി എത്തിയില്ല.
ഓൾ തെറ്റുകാര്യത്തിൽ തന്നെയാണ്. ഏതെങ്കിലും ഉസ്താദ് അങ്ങനെ എടുത്ത് ബാല്യക്കത്തിന് വീഡിയോസ് കുന്താൻ കാണിക്കും. കാരണം ചോല വീട്ടിലുണ്ടല്ലോ ബാല്യക്കറ്റുകള്. തുള്ളുന്ന് വായിന്ന് ഇഷ്ടാർഗാമിൽ ഇല്ലാതെ പെൺകുട്ടികളില്ല. ഒരു പറയൂല. പറ 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 ഉസ്താദ് സൈന്യക്കാർ പറയിപ്പിക്കുകയില്ല. സൈന്യക്കാർ എന്ന് പറഞ്ഞ യുദ്ധം ചെയ്ത് പോയ സൈന്യക്കാരല്ല. ഈ ഉസ്താദ്മാർ പല സ്ഥലത്തും കൂട്ടിക്കൊണ്ടോ 5 ലക്ഷം തരും 10 ലക്ഷം തരും എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടോ നടക്കാറില്ല. ഒരേ ഞാൻ പറയുന്നത് സൈന്യക്കാർ അല്ലാണ്ട് അങ്ങനെ യുദ്ധം ചെയ്യുന്നവരല്ല കേട്ടുക. അപ്പൊ ഓല കയ്യിലെല്ലാം പെൺകുട്ടികളുണ്ട്. എന്താ മുടിയെല്ലാം ഇങ്ങനെ തൂക്കി ലിഫ്റ്റിക്ക് ഇട്ട് ബെഡും കുപ്പായിട്ട് ഇഷ്ടാർഗാമെന്ന് തുള്ളുന്ന പെൺകുട്ടികളാണ് ഓല കയ്യിലുള്ള. അപ്പൊ ഓൽ വലിയ കത്തി പെൺകുട്ടിനെ കൊണ്ട് പറയണം ഉസ്താദെന്ന് ഉസ്താദിനോട് പറയൂല. തള്ളച്ചിമാരെ കൊണ്ട് പറയാൻ വേണ്ടി പറയും. എടോ ഇതെല്ലാം മേലെ കേൾക്കുന്ന റബ്ബ് കാണുന്നുണ്ട്. നിങ്ങളെ ബാക്ക് നിലയും വിലയും ഞാൻ വെക്കാത്ത എന്താന്നാ, നിങ്ങൾ ദീനിന്റെ കാര്യം പഠിപ്പിക്കുമ്പോ മൊത്തം ഇസ്ലാം പെണ്ണുങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, മൊത്തം മുസ്ലിം പെണ്ണുങ്ങളോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുസ്ലിം പെണ്ണുങ്ങൾ എന്താണോ അത് ബാല്യക്കത്തിയാലും വയസ്സത്തിമാരായാലും എന്തെന്ന ഓല വീഡിയോസ് എല്ലാവരുടെ വീഡിയോസും കാണിച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ബാക്കി നമ്മളെ വില വെക്കും. എന്തുകൊണ്ടാ വില വെക്കാത്ത? ഇതെല്ലാം ഞാൻ പറഞ്ഞത് കൊണ്ടാണ് ഉസ്താദ്മാരെ കൊണ്ടുവരുന്നത്. ഞാൻ കുറ്റൊന്നും അല്ല. കാര്യം പറയുന്നത് കുറ്റക്കാരി തന്നെയാ. ഇവിടെ കാര്യം പറഞ്ഞ കുറ്റക്കാരല്ല. ഇന്ന് നല്ലോണം പറയുന്നവരുടെ കൂടെ ആളില്ല. നല്ലോണം നടക്കുന്ന ഓല കൂടെ ആളില്ല. ഇന്ന് കള്ളത്തരം പറയുന്നത് ചതി വഞ്ചന ചെയ്യുന്ന ഓല കൂടിയാണ് ആളുള്ളൂ. നല്ലോണം സംസാരിച്ച് വീഡിയോസ് ഇട്ടാൽ ആ വീഡിയോസ് കാണാൻ ആളില്ല. അതിന് വ്യൂസ് ഇല്ല. കുറ്റം പറഞ്ഞും ചതി പറഞ്ഞും മറ്റേതും മറിച്ചേതും എണ്ണുന്ന വീഡിയോസ് കാണാൻ ഇഷ്ടം പോലെ ആളുണ്ട്. ഇതെന്റെ കള്ളത്തരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചെന്നോക്ക്. നല്ലോണം പറഞ്ഞിട്ട വീഡിയോസിന് എത്ര ആളുണ്ട്, കുറ്റം പറഞ്ഞിട്ടുള്ള വീഡിയോസ് എത്ര നിങ്ങൾ ചെന്നോക്ക്. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ജാമിനി ടീച്ചർ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ പല നാട്ടിലും ഇത് കേരളത്തിലില്ലാത്തെന്ന് പറഞ്ഞാൽ സുന്നത്ത് പെണ്ണിൻ്റെ വീഡിയോ ചെയ്ത് ഞാനറിയല്ല. അങ്ങനെ എല്ലാം കൂടി പിന്നെ വേറെ ഏതോ നാട്ടിൽ അങ്ങനെ അവിടെ ചെയ്തിട്ട് പെണ്ണുങ്ങൾക്കുള്ള വേദന, പ്രസവിക്കാൻ പോലും കഴിയാത്ത വേദനകളും കാര്യങ്ങളൊക്കെ ജാമിന ടീച്ചർ നിങ്ങൾ പോയിട്ട് കേട്ടോളി. ജാമിന ടീച്ചർ കേൾപ്പിക്കി തരുമ്പോൾ നിങ്ങൾ പറയും നിങ്ങളെ ഓളപ്പോൾ തന്നെ നിങ്ങളും എന്ന് പറയും. ഇപ്പൊ ഞാൻ ഓറ കാണിക്കാനല്ല വന്നത്, ഉസ്താദിന്റെ കാണിച്ചു തരാനാ വന്നത്. ഓറും ഖുർആന്റെ അർത്ഥം വെച്ചിട്ടാണ് ഓർ പറയുന്നത്. ഖുർആന്റെ അർത്ഥം ഈ ഉസ്താദായാലും മറ്റേ ഉസ്താദ് ഖുർആന്റെ അർത്ഥം വെച്ചിട്ടാണ് പറഞ്ഞത്. ഞാൾ ഏതാടോ മനസ്സിലാക്കേണ്ടത്, ഞാൾ ഏനക്കൊള്ളിയാടോ തിരിയേണ്ടത്, ഞാളെന്നാ ചെയ്യേണ്ടത്? ഒരു ഉസ്താദ് ഒരർത്ഥം വെച്ച് അങ്ങനെ പറഞ്ഞു, മറ്റേ ഉസ്താദ് അർത്ഥം വെച്ച് ഇങ്ങനെ പറഞ്ഞു, ജാമിന ടീച്ചർ അർത്ഥം വെച്ച് ഇങ്ങനെ പറഞ്ഞു. ഞാൾ ഏതിനെക്കൊള്ളിയാ പോണ്ടിയേ? ഏതാണ് ശരി ഏതാണ് തെറ്റ് ഞാളെന്താ മനസ്സിലാക്കണ്ടേ? ആദ്യം മുസ്ലിങ്ങളെ ആയത്ത് ഒരേ പോലെ ആക്കുക. ആദ്യം മുസ്ലിങ്ങൾ ഒരേ പോലെ നിൽക്കുക. എന്നിട്ട് പാകിസ്ഥാൻ മറ്റേത് മറിച്ച് നമുക്ക് പറയാം. മനസ്സിലായ? ഞാൻ ഇതാരെ കുറ്റം പറഞ്ഞല്ലേ. എനിക്ക് എൻ്റെ മനസ്സിലുള്ള എന്താണാവോ നിങ്ങളോട് പറയേണ്ടത് എൻ്റെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. പെണ്ണുങ്ങളെ സുന്നത്തേന് ഉസ്താദെ, എൻ്റെ കേരളത്തിലെ ഉസ്താദെ ഈ ഉസ്താദിനെ മാറ്റി വെക്കട്ടെ. മറ്റുള്ള ഉസ്താദുമാരെ പറഞ്ഞിക്കാം. പെണ്ണുങ്ങളെ ചിലപ്പോൾ നമ്മൾ ഏതെങ്കിലും ബീബിമാർ ഇതെല്ലാം ടീച്ചർ പറയുന്നുണ്ട്. എല്ലാം ടീച്ചർ പോയിട്ട് നിങ്ങൾ കണ്ടോ? ടീച്ചർ പറയുന്നുണ്ട് ഏതെങ്കിലും ബീബിമാരെ ചെയ്ത ചരിത്രം നമ്മൾ കേട്ടുക്ക. അങ്ങനെ കേരളത്തിലുള്ള പണ്ഡിതന്മാർക്ക് എന്താ അവളെന്താ ഖുർആൻ പഠിക്കേറ്റ, അവളെന്താ ഹദീസ് പഠിക്കേറ്റ, ചരിത്രം പഠിക്കേറ്റ? കേരളത്തിൽ അത് ചെയ്തിക്കില്ല. പെണ്ണുങ്ങൾക്ക് പേടിയാവോലോ. ഇത്രയും ഉസ്താദ് പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞ് പെണ്ണുങ്ങൾ അതേപോലെ നടക്കുന്നേരം പിന്നെ ഉസ്താദ് പറഞ്ഞ ഇക്കാര്യം പിന്നെ കേരളത്തിലെ പെണ്ണുങ്ങൾ പേടിച്ച് നടക്കുന്ന ചെയ്യാണ്ട് ബേബീരം കേട്ട ബീവരം വേണ്ടേ? കേരളത്തിലെ ഉസ്താദന്മാർ എന്നെ പല ഭാഗത്തുനിന്നും ഭയന്ന് പറഞ്ഞിട്ടാണ് സ്ത്രീധനം നിർത്തിച്ചത്. പണ്ട് ഉമ്മാരുള്ള കാലത്തെ വയല് പറഞ്ഞ് കബറ ഓടത്തും വിഷമിച്ചും അലിക്കത്തും കാതിന് ഊരിക്കൊടുത്തിട്ടാണ് മദ്രസയും സ്കൂളെല്ലാം പണിത്. അത് പേടിച്ചിട്ടല്ലേ ഉസ്താദുമാർ പറഞ്ഞു തന്നിട്ടല്ലേ നമ്മൾ ചെയ്ത്. അതുപോലെ ഇങ്ങനെ ഒരു ചേലാക്രമോ സുന്നത്ത് ഉണ്ടെങ്കിൽ ഉസ്താദുമാർ പറഞ്ഞാൽ പിന്നെ എന്ത് പേടി നോക്കുന്നു? കേരളത്തിലെ പെണ്ണുങ്ങൾ ചെയ്യൂലേ? അങ്ങനെ ഒരു ഉസ്താദും പറഞ്ഞിട്ടില്ല. ഇത് ഈ ഉസ്താദും പെണ്ണുങ്ങളെ പറയുന്നത്. എന്താ നിങ്ങളത് പറഞ്ഞു കൊടുക്കാത്തതെന്നല്ല, പെണ്ണുങ്ങൾക്ക് പേടിച്ചിട്ട് ചെയ്യാത്ത. പെണ്ണുങ്ങൾ ചെയ്യണമെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഉസ്താദുമാർ പറഞ്ഞിക്കാം പെണ്ണുങ്ങളെ നിങ്ങൾ ചേലാക്രമം ചെയ്യണമെന്ന് പറഞ്ഞിക്ക്. ഞാൻ കേട്ടിട്ടില്ല ഇത്രയും വയസ്സിൻ്റെ. ഞാൻ 10 വയസ്സിൽ വയല് കേൾക്കുമ്പോൾ ചൂട്ടയും കത്തിച്ചിട്ട് കെട്ടുപോകുന്നവർ ഇങ്ങനെ ആക്കും ചൂട്ട കേട്ടോ. അതുകൊണ്ട് ബേളന്മാരുണ്ട് ചില. ഇത് കേട്ടാലും ബേളന്മാരുണ്ട്. ജാമിന ടീച്ചറെ കുറ്റം പറഞ്ഞ ബേളന്മാരുണ്ട്. നിങ്ങൾക്ക് ജാമിന ടീച്ചറെ കുറ്റം പറഞ്ഞോല് കുറ്റം പറയണ്ട. നിങ്ങൾ തൽക്കാലം അതാണ് ഉദ്ദേശിച്ച് നിങ്ങൾ അത് നല്ല ഇത് കേൾക്ക്. ഏത് കേൾക്ക്? ഉസ്താദ് പറഞ്ഞ കേൾക്ക്. നിങ്ങൾ ജാമിന ടീച്ചറും ഒരു
ഖുർആൻ അർത്ഥം വെച്ചിട്ടേ ഓർ പറയുന്നുള്ളൂ. അതുമാറും ഖുർആൻ അർത്ഥം വെച്ചിട്ട് ഇതേതർത്ഥ ഞങ്ങൾ മനസ്സിലാക്കേണ്ട വിവരമില്ലാത്ത ഞങ്ങൾ, പഠിപ്പില്ലാത്ത ഞങ്ങൾ, ഹദീസ് പഠിക്കാതെ ഞങ്ങൾ ഏത് അർത്ഥ പഠിക്കണ്ടേ? ഏത് ആയത്തിന്റെ അർത്ഥം ഞങ്ങൾ പെങ്ങൾ ജാമ്യ ടീച്ചർ പറഞ്ഞതാണോ മറ്റേ ഉസ്താദ്മാർ പറഞ്ഞതാണോ ഈ വിവരം ഇവർ പറഞ്ഞതാണ് എന്തെന്നാ പറയേണ്ടത് പഠിക്കേണ്ടത്? ഞാൻ നിങ്ങൾ പറ. എന്ത് പറയാൻ, ആരോട് പറയാൻ? അവിടെ സുന്നത്ത് പെണ്ണുങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നെജസ് കേടുമില്ല. മാസത്തിലൊരു മെൻസസ് ആവും. ആ മെൻസസ് ആയി കഴിഞ്ഞാൽ 6 കഴിഞ്ഞ് 7-ാമത്തെ സെല്ല് 8 അത് എപ്പാണ് തീരുന്ന അത് ശുദ്ധി തന്നെയാണ്. പെണ്ണുങ്ങൾക്ക് നല്ലോണം ഒരച്ചങ്ങ് കൈ കൊടുത്താൽ എല്ലാ അശുദ്ധിയും പോയി. കഴുകാണ്ടെണീച്ച് വരുന്നവരുണ്ട്, ഒരു പാട്ട വെള്ളം കൊണ്ട് കഴുകിയിട്ട് വരുന്നവരുണ്ട്, ഒരു ബക്കറ്റ് വെള്ളം കൊണ്ട് കഴുകുന്നവരുണ്ട്. നല്ലോണം ഒരച്ച് കഴിഞ്ഞാൽ എല്ലാ നെജസ്സും അവിടെ പോയി. നെജസ് നീങ്ങാനാണ് ആണുങ്ങൾക്ക് സുന്നത്ത് വെച്ചത്. ഞാൻ വളരെ അത് അനുഭവത്തിൽ കൂടി കണ്ട് മനസ്സിലായതാണ്. എന്താണ്, കുഞ്ഞിമക്കളെ ഇച്ചി ഇങ്ങനെ നിർത്തി നോക്കിയാൽ പൂപ്പ് കാണാം, പൂപ്പ്. അപ്പൊ ഞാൻ ഈ പൂപ്പാണ്. പിന്നെ അത് വലിയ ആണുങ്ങളായി കഴിഞ്ഞാൽ ആ പൂപ്പിന്റെ കാര്യങ്ങൾ പറയണ്ടില്ലല്ലോ. ഒരുപാട് അണുക്കൾ വരുന്ന മൂത്രയല്ലേ വലിയോലിക്ക് വരുക. കുഞ്ഞിമക്കൾ പാല് കുടിച്ചിട്ടും ചെറിയ ചെറിയ ഫുഡ് കഴിച്ചിട്ട് ആ മക്കളല്ലേ. ആ ശുദ്ധീകരണത്തിൽ നമുക്ക് ലൈംഗിക ബന്ധത്തിന് വരെ അത് വൃത്തികേടായിട്ട് വരും. സുന്നത്ത് ചെയ്തില്ലെങ്കിൽ നിസ്കാരത്തിലും വൃത്തികേടായിട്ട് വരും. അതുകൊണ്ടാണ് അല്ലാഹു തആല ആണുങ്ങൾക്ക് സുന്നത്ത് വെച്ചത്. പെണ്ണുങ്ങൾക്ക് എവിടെയാ ചെയ്യണ്ടേ? നല്ലോണം ഒരച്ച് കയ്യാത്ത. പിന്നെ അതിൽ പറയുന്നുണ്ട്, പെണ്ണുങ്ങൾക്കങ്ങ സുന്നത്ത് ചെയ്താൽ ലൈംഗിക ബന്ധത്തിന് വരെ ഒരു പെണ്ണിനും ആണിനും സുഖം കിട്ടാണ്ട് നിൽക്കും. ബാക്കി ഞങ്ങൾ ചിന്തിച്ചോ. രാവിലെ ടീച്ചറെ പോയിട്ട് കണ്ടോ, ഓട് പറയുന്നതോട്ട് പറഞ്ഞ് എനിക്ക് അറിഞ്ഞും കൂടാ. പിന്നെ എൻ്റെ ഭർത്താവിന് പിന്നെ വേറെ രീതിയിലായിരിക്കും. ഓട് നല്ല സ്റ്റാൻഡേർഡ് പറഞ്ഞു കാര്യം പറയുന്നെങ്കിലും സ്റ്റാൻഡേർഡ് പറഞ്ഞു തരും. ഞാൻ പിന്നെ ചളി പോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരുക. ഓട് നല്ല വിദ്യാഭ്യാസ ടീച്ചറല്ലേ, അതുകൊണ്ട് എനിക്ക് അസൂയുണ്ട് അക്കാര്യത്തിൽ. ഓരോട് ഓട് ഇത്രയും പഠിച്ച് നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് ഓർക്ക് കമന്റ് ഇട്ട് കൊടുക്കും. ടീച്ചർ എനിക്കും അസൂയ എങ്ങനെ പറയാൻ കഴിയട്ടെ, അതടക്കട്ടെ. അപ്പം പെണ്ണുങ്ങൾക്ക് എന്താ ഒന്നും പറയണ്ട. നിങ്ങൾ കേട്ട് കവന്റെ മക്കൾ, നിങ്ങൾ മുസ്ലിം പെണ്ണുങ്ങളല്ല. കാരണം നിങ്ങൾ പോട്ടെ, രാവിലെ ടീച്ചർ പറഞ്ഞു പോട്ടെ, ഉസ്താദ് പറഞ്ഞു, ഏതെങ്കിലും പിന്നെ ബീബിമാരെ സുന്നത്ത് പെണ്ണുങ്ങളെ ചെയ്തിക്ക് നിങ്ങൾ കേട്ടിക്കാം. എൻ്റെ പ്രായമുള്ളവരും എൻ്റെ കട്ട മൂത്തവരും പറ. നിങ്ങൾ ഇപ്പോഴുള്ള കുട്ടികളാണ് കട്ടെ. ഇപ്പൊ കുട്ടികൾ മദ്രസയിലും പഠിക്കലും കുറവാണ്. നിങ്ങൾ പറ കേട്ടുക്കാം. ഇനി മദ്രസയിൽ പഠിച്ച കുഞ്ഞുമക്കളും പറ പെണ്ണുങ്ങൾക്ക് സുന്നത്ത് പാടുണ്ട് എന്ന്. അതായത് മാർക്കം ചെയ്യൽ. പണ്ടൊന്നും സുന്നത്ത് എന്ന് പറഞ്ഞാൽ അത് എനിക്ക് അറിഞ്ഞൂടേനെ. ഉള്ള പറയാലോ. പറ നിങ്ങൾ പറ. എവിടെയെങ്കിലും പറഞ്ഞിക്ക. ഇങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും വിളിച്ചു വരുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടതിന്? ഇതിനെല്ലാം മറുപടി കൊടുക്കുന്നത് കൊണ്ടാണ്, ഇങ്ങനെ കണ്ട മറുപടി കൊടുക്കുന്നതിനെ കൊണ്ടാണ് കുറ്റം പറയുന്നത്. ഉസ്താദ കുറ്റം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ചാനല് എന്നൊക്കെ പേരാൻ കണ്ട എൻ്റെ സാബിയുള്ള കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങൾ കേട്ടാ. കാരണം വെച്ചാൽ ഒരുപാട് നമ്മളെ നല്ല നല്ല വീഡിയോസ് ഉണ്ട് അതിൻ്റെ അകത്ത്. അതവിടെ സ്റ്റക്കായിപ്പോൾ ഇപ്പോൾ അതാ പിൻ ചെയ്യും മെസ്സേജ് ഇഷ്ടം പോലെ വരുന്നു. പക്ഷെ പിൻ ചെയ്യാൻ പോയോക്കുമ്പോൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കുന്നത് മറന്നു. എല്ലാവരും പാസ്വേഡ് നമ്പർ ഓർമ്മിച്ച് വെച്ചോളാം മക്കളെ. ഈ ഒരു പ്രശ്നമേ ഉള്ളൂ. ഓക്കെ മക്കളെ, ഇൻഷാ അല്ലാഹ് അനുഗ്രഹിക്കട്ടെ. ബൈ.